ഹായ് ഫ്രണ്ട്സ്, എവർക്കും ഡിസൈനർ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലിൻസ് ജോസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ എങ്ങനെയാണ് ഒരു ബുക്ക് കവർ ഡിസൈൻ ചെയ്യുന്നതെന്നാണ്. ഇവിടെ ഈ ഒരു കവർ പേജ് ഡിസൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇമേജസ്, അതുപോലെ ബാർകോഡ്, പിന്നെ നമ്മൾ ഈ ഒരു കവർ പേജസിനകത്ത് ഉൾപ്പെടുത്തേണ്ട ഡീറ്റെയിൽസുകൾ, ഇതെല്ലാം ഞാനിവിടെ ഓൾറെഡി തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കവർ പേജ് ഡിസൈൻ ചെയ്യാനായിട്ട് ഫോട്ടോഷോപ്പിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു കവർ പേജ് ലേഔട്ട് ചെയ്യാനുള്ള ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഫയലിലേക്ക് പോകാം. ഇവിടുന്ന് ഞാൻ ന്യൂ സെലക്ട് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റ് നെയിം ടൈപ്പ് ചെയ്യാം. കവർ ഡിസൈൻ എന്നാണ് ഡോക്യുമെൻറ്റ് നെയിം കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു കവർ പേജസിന് ആവശ്യമായിട്ടുള്ള സൈസ് സെറ്റ് ചെയ്യണം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഈ ഒരു ലേഔട്ടിൽ ബുക്കിൻ്റെ ഫ്രണ്ട് സൈഡ് കവറും അതുപോലെ ബാക്ക് സൈഡ് കവറും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കവറിൻ്റെ വൺ സൈഡ് സൈസ് എന്ന് പറയുന്നത്, അതായത് ഫ്രണ്ട് സൈഡിൽ മാത്രം വരുന്ന ആ ഒരു ലേഔട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് വിഡ്ത്ത് 8.5 ഇഞ്ചും ഹൈറ്റ് 11 ഇഞ്ചുമാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും കൂടി ചെയ്യുന്ന സമയത്ത് 17 ഇഞ്ച് വിഡ്ത്തും 11 ഇഞ്ച് ഹൈറ്റുമാണ് കൊടുക്കുന്നത്. ഇതിനോടൊപ്പം നമുക്ക് നടുക്ക് വരുന്ന ഒരു സ്പൈനിന് വേണ്ടിയിട്ട് 0.3 ഇഞ്ച് കൂടി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ വിഡ്ത്തിൽ കൊടുക്കാൻ പോകുന്നത് 17.3 ഇഞ്ച് എന്നാണ്. ഇവിടെ ഞാൻ 17.3 ഇഞ്ചസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഹൈറ്റിൽ 11 ഇഞ്ച് കൊടുക്കാം. ഇനി വരുന്ന റെസൊല്യൂഷനാണ്. നമ്മൾ റെസൊല്യൂഷൻ 300 തന്നെയാണ് കീപ്പ് ചെയ്യുന്നത്. അതുപോലെ കളർ മോഡിൽ നമ്മൾ പ്രിൻറ്റിംഗ് പർപ്പസിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് CMYK കളർ മോഡ് കൊടുക്കണം. ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ഇവിടുന്ന് RGB കളറാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു സൈസിൽ ഒരു ന്യൂ ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡോക്യുമെൻ്റ് 4 വശത്തുമായിട്ട് ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യണം. ആ ഒരു ഗൈഡ് ലൈനിലാണ് നമ്മൾ ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുന്നത്. നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന ഒരു ഗൈഡ് ലൈനിൻ്റെ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബോർഡറിൽ നിന്ന് 0.4 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഗൈഡ് ലൈൻ കൊടുക്കുവാനായിട്ട് വ്യൂവിലേക്ക് പോവാം. ഇവിടുന്ന് ഞാൻ ന്യൂ ഗൈഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ വെർട്ടിക്കലായിട്ടാണ് ഗൈഡ് ലൈൻ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് 0.4 ഇഞ്ച് എന്ന് കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെ വെർട്ടിക്കലായിട്ട് ഫസ്റ്റത്തെ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 0.4 ഇഞ്ചാണ്. അതുപോലെ നമുക്ക് റൈറ്റ് സൈഡിലും ഈ ഒരു 0.4 ഇഞ്ചിലാണ് ഗൈഡ് ലൈൻ കൊടുക്കേണ്ടത്. അതായത് ഈ ഒരു ഡോക്യുമെൻ്റ് ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് 17.3 ഇഞ്ചാണ്. അതിൽ നമ്മൾ 0.4 ഇഞ്ച് മൈനസ് ചെയ്യുന്ന സമയത്ത് 16.9 ഇഞ്ചസ് ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ആ ഒരു മെഷർമെൻറ്റിലാണ് ഗൈഡ് ലൈൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ വ്യൂവിൽ പോകുന്നുണ്ട്. ഇവിടുന്ന് വീണ്ടും ന്യൂ ഗൈഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്കിവിടെ 16.9 ഇഞ്ച് എന്ന് കൊടുക്കാം. ഇവിടെ ഇപ്പം 16.9 ഇഞ്ചിലൊരു ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ള അകലം എന്ന് പറയുന്നത് 0.4 ഇഞ്ചാണ്. അതുപോലെ നമുക്കിവിടെ ടോപ്പിലും ബോട്ടത്തിലും കൂടെ ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്യാം. ഇനി ഞാനിവിടെ വീണ്ടും 0.4 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ടോപ്പിൽ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ ബോട്ടത്തിലും ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഗൈഡ് ലൈൻ കൊടുക്കുന്നത് 10.6 ഇഞ്ചസിലാണ്. അതായത് നമ്മുടെ ഈ ഒരു ഡോക്യുമെൻ്റ് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ്. ഇവിടുന്ന് ന്യൂ ഗൈഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് 10.6 എന്ന് കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെയും 0.4 ഇഞ്ച് ഗ്യാപ്പിലുള്ള ഒരു ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സ്പൈനിന് വേണ്ടിയിട്ട് കൂടെ ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യണം. ഓൾറെഡി തന്നെ നമ്മൾ ഈ ഒരു ഡോക്യുമെൻ്റ് വിഡ്ത്തിൽ 0.3 ഇഞ്ചസ് സ്പൈനിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു കവറിൻ്റെ ഒരു സൈഡിലെ വിഡ്ത്ത് എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അപ്പോൾ 8.5 ഇഞ്ചിൽ നമുക്ക് ഫസ്റ്റത്തെ ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വ്യൂവിൽ പോകുന്നുണ്ട്. ഇവിടെ ന്യൂ ഗൈഡ് സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടുന്ന് വെർട്ടിക്കൽ സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ 8.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗൈഡ് ലൈൻ തൊട്ട് ഇവിടെ വരെയാണ് നമ്മുടെ ഈ ഒരു കവറിൻ്റെ ബാക്ക് സൈഡ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത ഗൈഡ് ലൈന് 8.8 ഇഞ്ചിൽ കൊടുക്കാം. ഇവിടെ വ്യൂവിൽ പോകുന്നുണ്ട്. ന്യൂ ഗൈഡ് സെലക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ 8.8 ഇഞ്ചസ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഗൈഡ് ലൈൻ വന്നിട്ടുണ്ട്. ഈ ഒരു ഗൈഡ് ലൈൻ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 0.3 ഇഞ്ചസ് ആണ്. അപ്പം കവറിൻ്റെ ഫ്രണ്ട് സൈഡും 8.5 ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട്. അതുപോലെ ബാക്ക് സൈഡും 8.5 ഇഞ്ചായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് ലേഔട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് തന്നെ ഞാൻ ഇവിടേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് ഫയലിലേക്ക് പോവാം. ഇവിടുന്ന് ഞാൻ പ്ലേസ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഇമേജ് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇമേജാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത്. പ്ലേസ് കൊടുക്കാം. ഇമേജിൻ്റെ സൈസ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം.
ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഇമേജ് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് ഈ ഒരു ബുക്കിൻ്റെ ടൈറ്റിൽ ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ നോട്ട് പാഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് ഡീറ്റെയിൽസ് കോപ്പി ചെയ്യാം. സ്പോട്ട്ലൈറ്റ് എന്നാണ് നമ്മൾ ഈ ഒരു ബുക്കിന് നെയിം കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിലിൻ്റെ കളർ അതുപോലെ തന്നെ ഫോണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടുന്ന് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് ഞാനൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു ടൈറ്റിൽ ബോൾഡിലാണ് കൊടുക്കേണ്ടത്. അതുപോലെ നമുക്ക് ഈ ഒരു ഫോണ്ട് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ഞാനിവിടെ ഒരു 123 സൈസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ടൈറ്റിൽ ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് വേണ്ട, നമുക്ക് സ്മോൾ ലെറ്ററിൽ കൊടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്യാരക്ടർ പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഓൾ ക്യാപ്സ് ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാം. അതുപോലെ ഞാൻ ഈ ഒരു ഫോക്സ് ബോൾഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിൽ ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ ഈ ഒരു ബോർഡിൽ നിന്ന് ഇത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു ടൈറ്റിൽ കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസുകൾ ടൈപ്പ് ചെയ്യാം. ഞാൻ ഇവിടേക്ക് ഒരു സബ് ടൈറ്റിൽ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് അല്പം ഒന്ന് സൂം ചെയ്യാം. ഈ ഒരു ഗ്യാപ്പിലാണ് നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ കളർ കൂടി ഒന്ന് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ലെയറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം. നമുക്ക് അവിടേക്ക് ആവശ്യമായുള്ള ഡീറ്റെയിൽസ് ഒന്ന് കോപ്പി ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് സാമ്പിൾ ഡീറ്റെയിൽസ് ആണ് ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ലേഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡീറ്റെയിലിൻ്റെ ഫോണ്ടും അതുപോലെ സൈസും നമുക്ക് റിഡ്യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് റോബോട്ടോ എന്നുള്ള ഫോണ്ട് കൊടുക്കാം. അത് നമുക്കൊരു 14 സൈസ് കൊടുത്താൽ മതി. ഈ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ക്യാപിറ്റലൈസ്ഡ് ആക്കാം. അപ്പോൾ അതിനായിട്ട് ക്യാരക്ടർ പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് ഞാൻ ഈ ഒരു ഫോക്സ് ബോൾഡ് ഡിസേബിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഡീറ്റെയിലിന് ഇവിടെ മുകളിലേക്ക് കൊണ്ടുവന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് ഇവിടെ അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിവിടെ താഴേക്ക് കൂടി കുറച്ച് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഡീറ്റെയിൽസ് ഇവിടേക്ക് കോപ്പി ചെയ്യുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് താഴെ കൊടുക്കാനുള്ളത്. ഞാൻ ഈ ഒരു ഡീറ്റെയിൽസിനെ കോപ്പി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽസ് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഡീറ്റെയിൽസ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഡീറ്റെയിൽസിൻ്റെ സൈസൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഞാൻ ഇത്രയും ഡീറ്റെയിലിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഓൾ ക്യാപ്സ് ഡിസേബിൾ ചെയ്യാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ സൈസ് ഒരു 12 പോയിൻ്റ് കൊടുത്താൽ മതി. ഇനി ഞാൻ ഈ ഒരു ബോൾഡ് ചേഞ്ച് ചെയ്ത് റെഗുലർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴേക്കായിട്ട് ഒരു ബാർ കോഡ് കൂടി കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഫയലിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ബാർ കോഡ് പ്ലേസ് ചെയ്യാം. ബാർ കോഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം. നമുക്ക് ഈ ഒരു ഗൈഡ് ലൈനിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഈ ഒരു ബാർ കോഡ് ചെറിയ ഒരു സൈസിൽ കൊടുത്താൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു കവർ പേജിൻ്റെ ഫ്രണ്ട് സൈഡിൽ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് അതുപോലെ ബാർ കോഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലേക്കുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടേക്ക് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഷേപ്പിനും ബ്ലാക്ക് കളർ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫില്ലിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യാം. ഇനി ഇവിടേക്ക് നമുക്ക് ഓതറിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫയലിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓതറിൻ്റെ ഫോട്ടോ പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ സൈസ് ഒന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്ത് ഇവിടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. അതുപോലെ നമുക്ക് ഈ ഒരു ഫോട്ടോയുടെ താഴെയായിട്ട് നെയിം ടൈപ്പ് ചെയ്യാം.
ഇവിടെ ഞാൻ ബോൾഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു നെയിം ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് ഓൾ ക്യാപ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഓതറുടെ ഫോട്ടോ അതുപോലെ നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡിസ്ക്രിപ്ഷൻസ് ഇവിടെ ടൈപ്പ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടുന്ന് ഡീറ്റെയിൽസ് കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഗൈഡ് ലൈൻ സെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ കുറച്ച് നമ്മൾ ഈ ഒരു ഗൈഡ് ലൈനിൽ നിന്ന് വിട്ടിട്ട് വേണം ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു 0.4 ഇഞ്ചിലൂടെയും ഗൈഡ് ലൈൻ സെറ്റ് ചെയ്യുക. ഈ ഒരു ഡീറ്റെയിൽസിനെ ഞാൻ സ്മോൾ ലെറ്ററിലോട്ട് മാറ്റുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഓൾ ക്യാപ്സ് ഡിസേബിൾ ചെയ്യാം. അതുപോലെ നമുക്ക് റെഗുലർ കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു ടൈറ്റിലിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 14 പോയിൻ്റ് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ഓതറിൻ്റെ നെയിം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് താഴേക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മറ്റൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു ഷേപ്പിന് വൈറ്റ് കളർ കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫില്ലിലേക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടേക്ക് മറ്റേ 2 ഇമേജ് കൂടി നമുക്ക് പ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മറ്റേ 2 റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരേ വലിപ്പത്തിലുള്ള 2 റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു ഷേപ്പിനകത്തേക്കാണ് നമ്മൾ ഇമേജിനെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഈ ഒരു ഷേപ്പിനെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഈ ഒരു കളർ കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു ഷേപ്പിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ 2 ഷേപ്പ് ഒന്ന് കറക്റ്റായിട്ട് അലൈൻ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇമേജിനെ പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫയലിൽ പോകുന്നുണ്ട്. ഈ ഒരു ഇമേജിനെ ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് റെഡ്യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇമേജിന് താഴെയുള്ള ആ ഒരു ഷേപ്പിനകത്തേക്ക് ക്ലിപ്പിംഗ് മാസ്കിലൂടെ ഇമേജിനെ മാസ്ക് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ലെയറിലേക്ക് പോവാം. ഇവിടുന്ന് ഞാൻ ലെയർ സെലക്ട് ചെയ്തുകൊണ്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ക്ലിപ്പിംഗ് മാസ്ക് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ താഴെ കാണുന്ന ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിനകത്തേക്ക് ഈ ഒരു ഇമേജ് മാസ്ക് ആയിട്ടുണ്ട്. ഇമേജിനെ നമുക്കൊന്ന് കറക്റ്റായിട്ടൊന്ന് അലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഇമേജ് കറക്റ്റായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിനകത്തേക്ക് ഇമേജിനെ പ്ലേസ് ചെയ്യാം. അടുത്ത ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നമുക്ക് സൈസ് ഒന്ന് കറക്റ്റായിട്ട് റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഒരു ഇമേജ് മാസ്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഇമേജ് മാസ്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി ഒന്ന് പ്ലേസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഡീറ്റെയിൽസ് കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽസ് പേസ്റ്റ് ചെയ്യാം. ഈ ഒരു ഡീറ്റെയിൽസിൻ്റെ സൈസൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് 14 ചേഞ്ച് ചെയ്ത് 12 കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു ടൈറ്റിലിൻ്റെ സൈസ് എല്ലാ ടൈറ്റിലും പോലെ തന്നെ 14 പോയിൻ്റ് കൊടുക്കാം. അതുപോലെ നമുക്കിവിടെ ബോൾഡാണ് ആവശ്യമുള്ളത്. പിന്നെ ഞാൻ ക്യാപിറ്റലൈസ്ഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിലിൻ്റെ അലൈൻമെൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. സെൻറ്റർ മാറ്റി ജസ്റ്റിഫൈ കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡീറ്റെയിൽസിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് പാരഗ്രാഫ് പ്രോപ്പർട്ടി ഓപ്പൺ ചെയ്യാം. ഇവിടുന്ന് ജസ്റ്റിഫൈ സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് കൂടെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ കൊടുത്തേക്കുന്ന ആ ടൈറ്റിൽ നമുക്ക് ബാക്കിലേക്ക് കൂടി ഒന്ന് കോപ്പി ചെയ്ത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ടൈറ്റിലിൻ്റെ ലെയർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പും ഇതിനകത്ത് വരുന്ന ഡീറ്റെയിലും കൂടി സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. നമ്മൾ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന അത്രയും വലുപ്പത്തിലുള്ള ഒരു ടൈറ്റിൽ നമുക്ക് ബാക്കിൽ ആവശ്യമില്ല. സൈസ് റെഡ്യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ബാക്കിലും ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പൈൻ്റെ ഇവിടെ ആയിട്ട് വൈറ്റ് കളറിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നുണ്ട്.
നമുക്ക് മുകളിൽ തൊട്ട് താഴെ വരെ റെക്റ്റാങ്കിൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്കൊരു വൈറ്റ് കളറാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ ഫില്ലിൽ പോയി വൈറ്റ് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റി അല്പം ഒന്ന് റെഡ്യൂസ് ചെയ്യണം. ഇപ്പം ഞാനിവിടെ ഒപ്പാസിറ്റിയിൽ പോകുന്നുണ്ട്. ഓക്കെ, ഇത്രയും ഒപ്പാസിറ്റി മതി. അതുപോലെ ഇനി നമുക്ക് ഈ ഒരു സ്പോട്ട് ലൈറ്റ് എന്നുള്ള ഈ ഒരു ടൈറ്റിൽ ഇവിടെ കൂടി ഒന്ന് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ടൈറ്റിലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്ക് ബ്ലാക്ക് ആക്കാം. ഇവിടെ ഞാൻ ബ്ലാക്ക് കളർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു ഡീറ്റെയിലിൻ്റെ ആ ഒരു ഫോക്സ് ബോൾഡ് ഡിസേബിൾ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ക്യാരക്ടർ പ്രോപ്പർട്ടീസിൽ പോവാം. ഇവിടെ നിന്ന് ഈ ഒരു ഫോക്സ് ബോൾഡ് ഡിസേബിൾ ചെയ്യുന്നുണ്ട്. ഇത് നമുക്കിതിൻ്റെ സൈസ് ഒന്ന് റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഫ്രീ ട്രാൻസ്ഫോം യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു ഡീറ്റെയിലൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. നിങ്ങൾ ബുക്കിൻ്റെ സ്പൈനിനകത്ത് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഒരു സ്പൈനിലും ടൈറ്റിലിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട്. നമുക്ക് താഴേക്ക് കൂടി 2 ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി കൂടി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ ഒരു കവർ പേജ് ലേഔട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.